ഡൈവേഴ്സിറ്റി ഇമിഗ്രന്റ് വിസ പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഗ്രീൻ കാർഡുകളുടെ ഒരു വിഭാഗത്തിനായുള്ള ലോട്ടറി സംവിധാനം ഒരു ഇടവേളയ്ക്ക് ശേഷം US പുനരാരംഭിച്ചു. അമേരിക്കൻ പൗരത്വത്തിലേക്കുള്ള അവസാന പടിയായി കണക്കാക്കപ്പെടുന്ന ഗ്രീൻ കാർഡിനുള്ള നിയമങ്ങൾ കർശനമാക്കി. എന്നാൽ ഗ്രീൻ കാർഡിനായി വർഷങ്ങളായി ക്യൂവിൽ കഴിയുന്ന ഇന്ത്യക്കാരെ ഈ മാറ്റം ബാധിക്കില്ല. US നിയമങ്ങൾ കർശനമാക്കുന്നത് അപേക്ഷകർ പ്രാരംഭ അപേക്ഷാഘട്ടത്തിന്റെ ഭാഗമായി വിശദാംശങ്ങൾ സമർപ്പിക്കുകയും അവരുടെ പാസ്പോർട്ടിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണമെന്നാണ്. ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ശക്തിപ്പെടുത്തുന്നതിനും വ്യവസ്ഥാപിത തട്ടിപ്പ് കുറയ്ക്കുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ മാറ്റം പ്രഖ്യാപിച്ചത്. 2025 ഡിസംബറിൽ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന കൂട്ടവെടിവയ്പിൽ കുറ്റവാളി 2017 ഗ്രീൻ കാർഡ് നേടിയതായി വെളിപ്പെടുത്തി. അതിനെ തുടർന്ന് പ്രോഗ്രാം അടുത്തിടെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഈ പുതിയ നിയന്ത്രണമനുസരിച്ച് ഡൈവേഴ്സിറ്റി ഇമിഗ്രന്റ് വിസ ലോട്ടറിയിൽ പ്രവേശിക്കുന്ന അപേക്ഷകർ സാധുവായതും കാലാവധിയുള്ളതുമായ പാസ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം. കൂടാതെ അപേക്ഷയുടെ ഭാഗമായി പാസ്പോർട്ടിന്റെ ജീവചരിത്രത്തിന്റെയും ഒപ്പ് പേജിന്റെയും ഡിജിറ്റൽ സ്കാൻ അപ്ലോഡ് ചെയ്യണം. US ആസ്ഥാനമായുള്ള ഇമിഗ്രേഷൻ സേവന സ്ഥാപനമായ എൻവോയ് ഗ്ലോബലിന്റെ അഭിപ്രായത്തിൽ പാസ്പോർട്ട് വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന വ്യക്തികളുടെ അപേക്ഷകൾ സ്വയമേവ അയോഗ്യമാക്കപ്പെടും. ഈ ആവശ്യകത 2026 ഏപ്രിൽ 10 മുതൽ പ്രാബല്യത്തിൽ വരും. ഇമിഗ്രേഷൻ സേവന സ്ഥാപനമായ ബൗണ്ട്ലെസ് ഇമിഗ്രേഷന്റെ അഭിപ്രായത്തിൽ DV പ്രോഗ്രാമിനുള്ള മാറ്റം തട്ടിപ്പ് കുറയ്ക്കുന്നതിനും അപേക്ഷകരുടെ പരിശോധന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു. 2025 സാമ്പത്തിക വർഷത്തെ DV പ്രോഗ്രാമിൽ 2.5 ദശലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ കണ്ടെത്തിയ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിധിയെ ഇത് ഉദ്ധരിച്ചു. അപേക്ഷാ പ്രക്രിയയിൽ നേരത്തെ പാസ്പോർട്ട് വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മൂന്നാം കക്ഷികൾക്ക് വ്യാജമോ അനധികൃതമോ ആയ എൻട്രികൾ സമർപ്പിക്കുന്നത് ബുദ്ധിമുട്ടാകും. പാസ്പോർട്ട് ആവശ്യകത പൂർണ്ണമായും പുതിയതല്ല. തട്ടിപ്പ് കുറയ്ക്കുന്നതിനായി 2019 സമാനമായ നിയമം കൊണ്ടുവന്നിരുന്നു. എന്നാൽ പിന്നീട് 2022 ഒരു US ഫെഡറൽ കോടതി അത് റദ്ദാക്കി. നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് ഫെഡറൽ നിയമം ആവശ്യപ്പെടുന്ന പൊതു അറിയിപ്പും അഭിപ്രായ നടപടിക്രമങ്ങളും സർക്കാർ പാലിച്ചില്ലെന്ന് കോടതി പിന്നീട് വിലയിരുത്തി. കുടിയേറ്റ നിയന്ത്രണങ്ങൾ വിദേശകാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ അവ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്ന സർക്കാരിന്റെ വാദവും നിരാകരിച്ചു. ഗ്രീൻ കാർഡ് ലോട്ടറി എന്നും അറിയപ്പെടുന്ന DV പ്രോഗ്രാം കുടിയേറ്റ വിസയും തുടർന്ന് സ്ഥിരതാമസ കാർഡും സ്വീകരിക്കുന്നതിനുള്ള ഒരു US ഗവൺമെന്റ് പ്രോഗ്രാമാണ്. ഇത് 1990 ഇമിഗ്രേഷൻ ആക്ട് പ്രകാരം സ്ഥാപിതമായതാണ്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ലോട്ടറി നടത്തുന്നത്. ഇത് ഓരോ വർഷവും 55,000 വരെ ഇമിഗ്രന്റ് വിസകൾ അനുവദിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ താരതമ്യേന കുറച്ച് കുടിയേറ്റക്കാരെ അയച്ച രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരെ തിരഞ്ഞെടുത്ത US-ലേക്കുള്ള കുടിയേറ്റം വൈവിധ്യവൽക്കരിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രതിവർഷം 22 ദശലക്ഷത്തിലധികം ആളുകൾ അപേക്ഷിക്കുന്നു. അതായത് 400 അപേക്ഷകരിൽ ഒരാൾക്ക് താഴെ മാത്രമേ ഒടുവിൽ വിസ ലഭിക്കൂ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.